ഒരുപാട് ചാലഞ്ചസ് ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഒരാളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ റൗണ്ടിലേക്ക് അങ്ങ് നേരിട്ടങ്ങ് പോയാ പോരെ. എന്നാലും ഒരു ചെറിയൊരു മോട്ടിവേഷൻ ഒക്കെ ആവട്ടെ നമുക്ക്. ധ്യാൻ ചേട്ടൻ ചെയ്ത ഒരു ചാലഞ്ച് ലൈഫില് മ്യൂസിക്കൽ ജീവിതത്തിലാണോ എന്റെ? എനിക്ക് ജീവിതത്തിലാണ്. അങ്ങനെ ചോദിക്കണം. ഇപ്പൊ ഒരു ചാലഞ്ച് കഴിഞ്ഞു വന്നതേ ഉള്ളൂ. അതൊരു വലിയ അത് ചാലഞ്ച്. ഇവിടുത്തെ അത് ചാലഞ്ച് കണ്ടിരുന്ന ആൾക്കാർക്ക് ഒരു ചാലഞ്ചായി, ഇവർക്കൊരു ചാലഞ്ചായി. പറയുന്നത് ഞാൻ ചേട്ടൻ ഇവിടുന്ന് പുറത്ത് ആ. സംഗീത ബന്ധപ്പെട്ടാണ് എന്റെ ഏറ്റവും വലിയ ചാലഞ്ചാണ് എന്റെ അടുത്തിരിക്കുന്നത്. അല്ലാതെ സംഗീതം അല്ലാതെ സംഗീതം അല്ലാതെ ഇപ്പൊ തൽക്കാലം വലിയ വീട്ടിലെ ചാലഞ്ചസ് എന്തൊക്കെയാണ് ധ്യാൻ ചേട്ടാ? വീട്ടിലിപ്പം അതെ ഇപ്പൊ ചാലഞ്ച് ഇല്ല, ആ ഇല്ല. കുഴപ്പമില്ല. ധ്യാൻ ആ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഓ, ഇപ്പം ധ്യാൻ ഇപ്പം മ്യൂസിക് ഇവര് ഡയറക്ടർ മ്യൂസിക് ചെയ്ത് തരുന്ന സമയത്ത് ആ. ഒരു പാട്ട് ആ. അപ്പം ധ്യാൻ ഡയറക്ട് ചെയ്യുന്നു. ആ. അപ്പൊ ഇപ്പൊ പാട്ടിന്റെ ട്യൂൺ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ. ചുമ്മാ അത് അതായത് ഇപ്പൊ മഞ്ചേരി അല്ലല്ല നിക്ക് അത് ഷാൻ ചേട്ടൻ ഇങ്ങനെ ഒരു 10 ട്യൂൺ എടുത്തോ എന്ന് പറഞ്ഞ് തരാണോ, അതോ ധ്യാൻ ഇല്ല ഇത് ശരിയായില്ല ഇത് വേണം അങ്ങനെ വേണം, അതോ എനിക്ക് എന്റേതായിട്ടുള്ള ഡിസ്കഷൻ ഇല്ല? ഉണ്ട്. അതാ ഞാൻ അത് മറുപടി പറയാം. ലവ് ആക്ഷൻ ഡ്രാമയിൽ എങ്ങനെയായിരുന്നു? അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധാരണ ഷാനിക്ക് ഒരു പാട്ട് അയക്കും. ആ ആ പാട്ട് അയച്ചിട്ടാ സാധാരണ നമ്മൾ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരത് സാർ എങ്ങനെയാ പാട്ട് ഇപ്പത്തെ നമ്മളൊന്ന് കേട്ട് നോക്കൂ, അഭിപ്രായം പറയൂ. അതെ, അതെ, ആ അങ്ങനെയല്ല നമ്മൾ അയച്ചതിന് ശേഷം അതെ. ഷാനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ. ഈ പാട്ട് അയച്ചതിന് ശേഷം ഷാനിക്ക് താഴെ അയക്കും. ആ. ഗംഭീരല്ലേ, പൊളിച്ചില്ലേ, അത് ഷാനിക്ക് തന്നെ അയക്കും. മുന്നേ തന്നെ മുൻകൂർ ഈ ജാമ്യം. പാട്ടിന്റെ താഴെ തന്നെ പൊളിച്ചില്ലേ, സൈക്കോളജി. എങ്ങനെയുണ്ട്, ഗംഭീരല്ലേ. ആ. അപ്പൊ നമ്മൾ എന്ത് പറയും? ധ്യാൻ ചേട്ടൻ എന്തേലും പറയുമല്ലോ. അല്ല പക്ഷെ എനിക്ക് ലോകത്ത് വേറെ ആരോടൊന്നും പറയാം, ഷാനിക്കിനോട് എനിക്ക് പറയാൻ പറ്റില്ല. ഇല്ല. ഇല്ല, കാരണം എന്റെ ജ്യേഷ്ഠനേക്കാളും മൂത്തതാണ്. അപ്പൊ പാവത്തിന് ഞാൻ എങ്ങനെ? ആ. ഞാൻ ഓടിക്കളിച്ച് നടക്കുമ്പോ കണ്ട മനുഷ്യനാണ്, ജ്യേഷ്ഠനേക്കാളും മൂത്തതാണ്. അങ്ങനെ വലിയ മൂപ്പൊന്നുമില്ല. മൂപ്പുണ്ട്. ഒരു 10-30 വയസ്സിന്റെ മൂപ്പ്. ചെറിയ ചെറിയ മൂപ്പുണ്ട്. ആ. അപ്പൊ എനിക്ക് ഷാനിക്കേനെ അടുത്ത് എതിർത്ത്, കാരണം നമുക്ക് സംഗീതത്തെ കുറിച്ച് ഒന്നും അറിയില്ല. ഇല്ല. ആ. പക്ഷെ നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, ഈ പാട്ട് കൊള്ളൂല. ഇവന്റെ പടത്തിലെ എല്ലാ പാട്ടും ഹിറ്റാണ്. അതെ അത് ഞാൻ പറഞ്ഞ് ഏറ്റവും 10ാമത്തെ 15ാമത്തെ ട്യൂണാണ് നന്നാവുന്നത്. അപ്പൊ എനിക്കാണോ സംഗീതം അറിയാവുന്നത്, ഇദ്ദേഹത്തിനാണോ സംഗീതം അറിയാവുന്നത്? ഇദ്ദേഹത്തിന്റെ വളർച്ചയിൽ ഏറ്റവും പങ്കുള്ള ആളാണ് എന്റെ ജ്യേഷ്ഠൻ. അല്ല ഷാനിക്ക, ധ്യാൻ ശ്രീനിവാസൻ എന്ന് നമ്മൾ പറഞ്ഞാൽ- ജാനിക്കയുടെ നല്ലതിന് വേണ്ടിയല്ലേ പറയുള്ളൂ, അറിയാലോ. അതെ അതെ അതത്ര അങ്ങനെ നന്നായ ഒരാളാണ്. ഇങ്ങനെ നന്നായ ഒരാളാണിത്. ഇതിനോട് എന്തെങ്കിലും പറയാനുണ്ടോ ഷാനിക്കക്ക്? സത്യം ഇത് സത്യമല്ലേ ഷാനിക്ക? ഇല്ല ഷാനെ, ഷാനി എനിക്കൊരു കാര്യം പറയാനുള്ള, ഇങ്ങനെയുള്ള ഇത്ര നല്ല ട്യൂൺസ് സെലക്ട് ചെയ്യാൻ പറ്റിയ ഡയറക്ടേഴ്സ് ഇല്ലായിരുന്നു നീ എന്ത് ചെയ്ത തന്നെ? ഞാൻ സത്യത്തില് ആ പ്രേക്ഷകരെല്ലാരും ഇരുന്ന് കേൾക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. കാരണം ഇവരുടെ കോമ്പിനേഷനിൽ ഒരുപാട് നല്ല പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. നല്ല സൂപ്പർ ഹിറ്റ് ആണ് എല്ലാ പാട്ടുകളും. അപ്പോൾ അതെങ്ങനെ അത് സെലക്ഷൻ ആരുടെ ഭാഗത്ത്? ഇപ്പൊ സംഗീതം ചെയ്യുന്ന സമയത്ത് പൊതുവെ ആൾക്കാർ ചോദിക്കും, പാട്ട് എഴുതിയിട്ടാണോ ട്യൂൺ ചെയ്തത് അതോ ട്യൂൺ ഇട്ടിട്ടാണോ പാട്ട് എഴുതിയത്? ആ ട്യൂണിങ് അല്ല, വേറെ ആലോചിച്ച് പോണ്ട. മാജിക്കാണ് ഷാനിക്ക. അപ്പൊ അതുകൊണ്ട് ഷാനിക്കൊക്കെ പോലും അറിഞ്ഞൂടാ അത് എങ്ങനെ സംഭവിക്കുന്നത്. ഒരു മാജിക് ഉണ്ട് അതിന്. അപ്പൊ ഈ സമയത്ത് എനിക്ക് തോന്നുന്നു ഓണ സമയം വരുമ്പോ ഷാനിക്കയുടെ മറ്റേ കല്യാണ രാമിലെ ദിലീപേട്ടന്റെ അവസ്ഥയാ, സോറി ദിലീപേട്ടനല്ല, മറ്റേ ഇന്നസെന്റ് അങ്കിള് മറ്റേ എന്തോ ഒരു മണം അടിക്കുമല്ലോ മദ്യത്തിന്റെ, അതുപോലെ ഉണരും ഷാനിക്ക. കാരണം ഷാനിക്കയുടെ പാട്ടുണ്ടോ, തിരുവാവണിര ഞങ്ങൾ പാടിയത് ഞങ്ങളുടെ സീസൺ ഞങ്ങൾ തുടങ്ങിയത് അത് അത് വെച്ചിട്ടാ തുടങ്ങിയത്. ഐശ്വര്യമായിട്ട് ഷാനെ തുടങ്ങിയത്. ചക്കരെ ബട്ട് ഐ ലവ് യു ഡാർലിംഗ്. നിന്റെ എത്ര പാട്ടുകൾ എനിക്ക് ഇഷ്ടമാണ്. നിന്റെ പാട്ട് എത്രയോ പാട്ടുകൾ നമുക്ക് എത്ര ഇഷ്ടമാണ്. നിന്റെ കുറെ വൈറൽ കണ്ടന്റ് കൊടുത്തിട്ടുള്ള ഒരു ഭീകരവാദിയായി ഇരിക്കുന്നു. പുറകിൽ പല സംവിധായകരുടെ കണ്ണീരും കണ്ണീരും കഠിനാധ്വാനവും കൂടെ ഞാൻ ശരത് സാറിനെ ഓർമ്മിപ്പിക്കുന്നു.